റാംഗ്ലർ. അപ്പോൾ ഇതാണ് WL ടോയ്സിൻ്റെ റാംഗ്ലർ കേട്ടോ. മാത്തമാറ്റിക്കലി 1/10 സ്കെയിലിൽ വരുന്ന ഒരു കിഡിലും ക്രൗളർ കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104010 104010. വണ്ടി ഒരു രക്ഷയില്ലാതെ ഡീറ്റെയിലിങ് കേട്ടോ. വണ്ടിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു നമ്മൾ ഈ ഓഫ് റോഡും അങ്ങനത്തെയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കിടിലം പോലത്തെ ഒരു ബോഡി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്. വണ്ടിയുടെ ഡീറ്റെയിലിങ് കാര്യങ്ങളിൽ ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ ഇതാ 2 വൈപ്പർ കൊടുത്തിട്ടുണ്ട്, അടിപൊളി. ബോണറ്റിൻ്റെ മുകളിൽ വരെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റും കാര്യങ്ങളും നല്ല സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു കിടിലാം പോലത്തെ വലിയ ബമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിഞ്ച് അത് ബമ്പറിൻ്റെ മുകളിലാണ്. നേരത്തെ നമ്മൾ കാണിച്ച ബ്രോങ്കോൻ്റെ അകത്ത് വണ്ടിയുടെ ഉള്ളിലായിരുന്നു വിഞ്ച്. ഇതിൻ്റെ അകത്ത് ബമ്പറിൻ്റെ മുകളിൽ തന്നെ വിഞ്ചും പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ കുക്ക് ചെയ്യാനുള്ള 2 സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം കാണാൻ. സൈഡ് വ്യൂ മിറർ വന്നിട്ടുണ്ട്. മിറർ മടക്കി വെക്കാൻ പറ്റില്ല, ദാറ്റ്സ് ബാഡ്. മിററിൻ്റെ മുകളിൽ ലൈറ്റും പരിപാടികളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് കൊടുത്തത്, മനസ്സിലായി. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ അതുപോലുള്ള സാധനങ്ങളിലും വണ്ടീൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനം ഒരു കിടിലം പോലത്തെ ബമ്പർ വന്നിട്ടുണ്ട്. നമ്മൾ ടയർ വെക്കുന്ന സാധനം മെറ്റലാട്ടോ. ടയർ വെക്കുന്ന മൗണ്ട് മെറ്റലാണ്, പക്ഷേങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സാധനം പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ ഒരു മൗണ്ട് മെറ്റലാണ്. ബാക്കിലും വൈപ്പറും പരിപാടികളിലുണ്ട്. ഫുൾ ഫംഗ്ഷനിലാണ്, ഓട്ടോമാറ്റിക് അല്ല. നമ്മൾ തന്നെ കൈനെ കൊണ്ട് ഇങ്ങനെ ആക്കണം മഴ പെയ്യുമ്പോൾ. പിന്നെ മുകളിൽ കിടിലം പോലത്തെ ഒരു കാരിയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളിൽ വെച്ച് അങ്ങ് കെട്ടിയിട്ടില്ലേ, ലോങ് ട്രിപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഉള്ളിലെ ഓടിക്കാനുള്ള ഡ്രൈവറേയും ഫ്രീ കിട്ടും കേട്ടോ. ഇതാ 30 ഉള്ളിലുണ്ട്. 30 ഉള്ളിൽ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നുണ്ട്. ഹെൽമെറ്റെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ, പേടിയുണ്ട് ഫൈൻ അടിക്കുന്നതിന്. വണ്ടീൻ്റെ സീറ്റും പരിപാടികളിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നമ്മൾ വണ്ടി തുറക്കണമെങ്കിൽ ക്ലിപ്പും പരിപാടികളൊന്നുമില്ല. ഫ്രണ്ടിൽ പിടിച്ചൊന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിലാണ് ഈ സാധനം. വണ്ടീൻ്റെ ക്ലിപ്പ് ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിലാട്ടാ. അത് എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടമായി. കാരണം ബാക്കിയുള്ള കാറുകളിൽ അടിയിൽ പോയി ക്ലിപ്പ് വരണം, മുമ്പിൽ പോയി ക്ലിപ്പ് വരണം, മുകളിൽ നിന്ന് ക്ലിപ്പ് വരണം, ഇങ്ങനത്തെ പരിപാടികളുണ്ട്. പക്ഷേ ഈ സാധനം നോക്കിയാൽ അടച്ച് തുറന്ന് അത്രേ ഉള്ളൂ പരിപാടി. ദാറ്റ്സ് എ ഗുഡ്. നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ വിഞ്ച് സർവോലൊന്നും റൺ ചെയ്യുന്നതല്ല, നോർമൽ ഒരു മോട്ടറിൽ റൺ ചെയ്യുന്നതുകൊണ്ട് വണ്ടി അതുകൊണ്ട് പവറും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുണ്ടിലൊക്കെ കുടുങ്ങി പോവുകയാണെങ്കിൽ അസിസ്റ്റ് ചെയ്യാനും കുന്നു കയറാനൊക്കെ ചെറിയൊരു അസിസ്റ്റൻസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയൊരു ലോഡ് വിഞ്ചിന് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് തന്നെ മുമ്പിൽ തന്നെ ഇതാ റിസീവർ ഇവിടെ വന്നിട്ടുണ്ട്. നേരെ പോകുന്നത് ഇതാ നമ്മൾ ESUവിൻ്റെ മുകളിൽ ഫാൻ ഉണ്ട് തണുപ്പിക്കാനായിട്ട്. അതുപോലെ ബ്രഷ്ഡ് മോട്ടർ 35Tൻ്റെ ബ്രഷ്ഡ് മോട്ടറാണ്. ബ്രഷ്ലെസ് അല്ല കേട്ടോ, ബ്രഷ്ഡാണ്. അതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആണെന്ന് വിചാരിക്കരുത്, വെള്ളത്തെല്ലാം മുക്കിക്കഴിഞ്ഞാൽ അടിച്ചു പോകും. നമ്മൾ ഇലക്ട്രോണിക്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല എന്താ പറയുക ഓർഗനൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലൈറ്റിൻ്റെയും പരിപാടികളെല്ലാം ഒരു സർക്യൂട്ടും പിന്നെ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ ലൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി 3 സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടീൻ്റെ ഇലക്ട്രോണിക്സ് എല്ലാം ഓർഗനൈസ്ഡ് ആട്ടോ, കാണാനും നല്ല രസമുണ്ട്. എല്ലാം നല്ല ഒട്ടിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി വാങ്ങുമ്പം തന്നെ ബാറ്ററി 3000 mAh ലിഥിയം അയോൺ ബാറ്ററി പെട്ടിയിൽ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ ചാർജറും പെട്ടിയിലുണ്ട് കേട്ടോ. ദാറ്റ്സ് എ ഗുഡ് തിങ്. ആക്ച്വലി ചില കാറുകൾ വാങ്ങുമ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊന്നും വരില്ല. വണ്ടി വാങ്ങിയിട്ട് ബാറ്ററി നമ്മൾ എക്സ്ട്രാ വാങ്ങണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയൻ്റെ വണ്ടികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിലും വാങ്ങുന്ന പോലെയാണ്. ഫോണ് തരും, ചാർജർ തരില്ല. ചാർജർ നമ്മൾ എക്സ്ട്രാ വാങ്ങണം. അതുപോലെയാണ് ചില RC കാറുകൾ കാറ് തരും, ബാറ്ററിയും തരില്ല, ചാർജറും തരില്ല. അത് നിങ്ങൾ ആലോചിക്കുക, ഇത്രയും പൈസ കൊടുത്തൊരു കാറ് വാങ്ങിയിട്ട് ഒരാഴ്ച ബാറ്ററിക്ക് വേണ്ടി കാത്തുക്കുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. എനിക്കിഷ്ടമല്ലേ. പിന്നെ ഇതാണ് നമ്മളെ റിമോട്ടിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ത്രോട്ടില്, സ്റ്റിയറിങ്, അതുപോലെ ത്രോട്ടിൽ ട്രിമ്മ്, സ്റ്റിയറിംഗ് ട്രിമ്മ്, നമ്മളെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ, സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ, പിന്നെ നമ്മളെ വിഞ്ചിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും റിമോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓണാക്കി കാണിച്ചു തരാം. വണ്ടീൻ്റെ പവർ ബട്ടൺ വരുന്ന ഈ സൈഡിലാട്ടാ. ഓണായിട്ടുണ്ട്. വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ബ്ലിങ്ക് ചെയ്ത് കളിക്കണ്ട. റിമോട്ടിൻ്റെ പവർ ബട്ടൺ വരുന്ന ബാക്കിലാണ്. ഭയങ്കര സ്മൂത്ത് കേട്ടോ സ്റ്റിയറിങ്ങും സാധനങ്ങളിലും. ആ ഒരു ഒച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക
സ്മൂത്തായിട്ട് ടേൺ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ഉള്ളത് ക്രൗളിംഗ് മോഡ്. ഇനി ഈ ഒരു ബട്ടൺ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് മോഡാട്ടാ. അത്യാവശ്യം നല്ല സ്പീഡും പരിപാടികളുണ്ട്. പിന്നെ ലൈറ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും. ഇപ്പം ലൈറ്റിന് വേറെ ഫംഗ്ഷൻസും പരിപാടികളൊന്നുമില്ല. ബമ്പറിൻ്റെ മുകളിൽ ലൈറ്റിംഗ് ഇല്ലല്ലേ, ഞാനിപ്പോൾ കണ്ടത്. ബമ്പറിൻ്റെ മുകളിൽ വരെ കിടിലം പോലത്തെ ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മളെ സൈഡ് ഫെൻഡേഴ്സിൻ്റെ മുകളിൽ ഇൻഡിക്കേറ്ററും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങൾ തേച്ചും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. എടാ ബാക്കിലത്തെ ബമ്പറിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ടോ? ബാക്കിലത്തെ ബമ്പറിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല നേരത്തെ. വണ്ടീൻ്റെ മുമ്പെന്നുള്ള ഒരു ലുക്ക് കണ്ടോ? പിന്നെ നമ്മൾ പറയാൻ പറഞ്ഞത് സസ്പെൻഷൻ സ്പ്രിങ്ങും പരിപാടികളൊന്നുമില്ല, ഓയിൽ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതുപോലെ ടയേഴ്സ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പഞ്ഞി കട്ട പോലത്തെ ടയേഴ്സ് ആട്ടാ. നമുക്ക് ഏത് സർഫേസ് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ്. ഹാർഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡാണ്, സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആണ്. ആ ഒരു ലെവലിലുള്ള ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രസമുണ്ട് ഞെക്കി കളിക്കാനുള്ള. കല്ലും പരിപാടിയെല്ലാം പിടിച്ച് കയറിക്കോളും. അതിനുള്ള പവറൊക്കെ ടയറിനും വണ്ടിക്കും ഉണ്ട്. പിന്നെ ബാർലൈറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കേട്ടോ അതിൽ കിടിലം പോലത്തെ ബാർലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്നോർക്കിൽ വന്നിട്ടുണ്ട്. നമ്മളെ ബോണറ്റിൻ്റെ മുകളിലേക്കുള്ള ഒരു ചെറിയ ലോക്കും പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ബോണറ്റ് തുറക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ വണ്ടീൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈഡ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഡോർ തുറക്കാൻ പറ്റില്ല. ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ഇട്ടേണിപ്പടി കൊടുത്തിട്ടുണ്ട് മുകളിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും നമുക്ക് സാധനങ്ങളിലും കെട്ടാനും തൂക്കാനും ആരെങ്കിലും മുകളിലേക്ക് കയറ്റി വിടണമെങ്കിൽ കയറ്റി വിടാം. വണ്ടിക്ക് ഇൻഡിക്കേറ്ററും പരിപാടികളിലുണ്ട്. നമ്മൾ ടേൺ ചെയ്യുന്നതിന് കണക്കായിട്ട് ഇൻഡിക്കേറ്റർ കത്തും. അതുപോലെ ബാക്കിലും ഉണ്ട് കേട്ടോ. ബാക്കിൽ നമ്മളെ ബ്രേക്ക് ലൈറ്റ് തന്നെ ബ്ലിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് മഞ്ഞ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേങ്കിൽ ബമ്പറിൻ്റെ മുകളിലും കാര്യങ്ങളിലും ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ വിഞ്ചിൻ്റെ ബട്ടൺ. വിഞ്ചിയുടെ കറങ്ങുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒരിക്കൽ കൂടി ഞെക്കി കഴിഞ്ഞാൽ വിഞ്ച് സ്റ്റോപ്പ് ആവും. ഒന്നും കൂടി ഞെക്കുവാണെങ്കിൽ റിട്ടേൺ പോകും. ഈ വന്ന വിഞ്ച് നേരെ തിരിഞ്ഞു പോകും. വിഞ്ചിന് സൈഡിലേക്കും മുകളിലേക്കെല്ലാം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റോളിങ്ങിൻ്റെ സംഭവം ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്രാഗ് ബ്രേക്ക് എപ്പോഴും 100%-ലാട്ടാ. ഇതണ്ടാ, നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ആടെ നിൽക്കും. പിന്നെ അനങ്ങൂല വണ്ടി ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കും. നമ്മൾ ഈ കുന്നെല്ലാം കയറി ഒരു ത്രോട്ടിൽ വന്ന് കൈയെടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ തന്നെ എന്നോളും പേടിക്കണ്ട. പിന്നെ നമ്മളെ വണ്ടീൻ്റെ പെട്ടീൻ്റെ അകത്ത് യൂസർ മാനുവലും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. വണ്ടീൻ്റെ എല്ലാ പാർട്സും അതുപോലെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് ഊരിക്കളയാനുള്ള എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെ കുരിശ് പോലത്തെ സ്പാൻഡർ ടയർ ഊരാനും മാറ്റാനും ഉണ്ടെങ്കിൽ ഒരു എല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. പിന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജർ നമ്മൾ FMSൻ്റെ എല്ലാം പോലത്തെ സെയിം ചാർജറാട്ടോ കൊടുത്തില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വണ്ടീനെ പറ്റി പറയാനായിട്ട്. വണ്ടീൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,000 രൂപയാണ് വിത്ത് വിഞ്ച്. ഈ വിഞ്ചും കൂടി വരുന്നതുകൊണ്ടാണ് ഇത്തിരി പൈസ കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 32,000 രൂപ കിട്ടും ഈ ഒരു വിഞ്ചില്ലാണ്ട്. പിന്നെ ഇവരേമിൽ ഇതുപോലത്തെ വേറെ കുറേ വണ്ടികളുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളിലും ഞാൻ താഴെ കൊടുക്കാം. ലിങ്കും പരിപാടികളിലും ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാറ് വാങ്ങുമ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഓഫറും കാര്യങ്ങളിലും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടീനെ പറ്റി പറയാനായിട്ട്. അടുത്ത ഞായറാഴ്ച വരാം. ബൈ.